മുന്നണി സജീവമായോ എന്ന് ചോദിച്ചാൽ മുന്നണി സജീവമായി എന്ന് പറയാൻ കാരണം ഞാനും യെസ് എന്നാണ് പറഞ്ഞത്. കാരണം സജീവമായി എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുന്നണിയുടെ യോഗങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സജീവമായി എന്ന് ഞാൻ പറയില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി യോഗം ഇന്നലെ നടന്ന് ആ യോഗം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ഇറങ്ങിപ്പോയി. കാരണം എന്താണ്? ഈ പറഞ്ഞ ഖാർഗെനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും പോയിട്ടുള്ളത്. അപ്പം നമ്മളെന്താണ് വിചാരിക്കേണ്ടത്? ഒരു ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? രാഹുൽ ഗാന്ധി ആയിരുന്നു. ആ രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യം എന്ത് പറ്റി എന്നുള്ളത് ഇന്ത്യ മുന്നണി പറയേണ്ടി വരില്ലേ? ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് അല്ലെ ഉയർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വയനാട്ടിൽ നിന്ന് 3 ലക്ഷത്തിലധികം വോട്ടോടുകൂടി ജയിച്ച ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇപ്രാവശ്യം മുന്നണിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയില്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് 81 വയസ്സുള്ള ഖാർഗെനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വെക്കുന്നത്. അതിലൊക്കെ ഞാൻ ഒരിക്കലും ഇതൊരു ഫൈറ്റായിട്ട് പോലും കാണുന്നില്ല. അത് നരേന്ദ്രമോദിയോടോ BJPയോടോ RSS സംവിധാനങ്ങളോടോ ഒന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് ഞാൻ ഒരിക്കലും ഖാർഗെനെ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്രയും വലിയ ഒരു ഇന്ത്യ മുന്നണി, കാരണം 34 പ്രാദേശിക പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യ മുന്നണിയെ നയിച്ച് അവർക്ക് വേണ്ട സംവിധാനം എനിക്ക് തോന്നുന്നുണ്ടോ? കാരണം ഒരു 60 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു ഇലക്ഷനിൽ ഈ പറഞ്ഞ ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പോലും ഇദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 81 വയസ്സായ ഒരു മനുഷ്യനാണ്. ആ ലെവലിൽ അത്ര ലെവലിൽ കാണുന്ന ഒരാളെ ഒരു ഊർജ്ജസ്വലനായി കഴിഞ്ഞ 2 ടേമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എതിരെ മത്സരിച്ച് അധികാരം പിടിക്കുക എന്ന് പറയുന്നത് എത്ര അപ്രസക്തമായ കാര്യമാണ്. അത് ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ പോലും? അപ്പം എന്നിട്ട് ഇന്ന് മമതാ ബാനർജി പറയുന്നത് കേട്ടില്ലേ? ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ഒരാൾ വേണ്ടേ നമുക്ക് എന്ന് പറയുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കിക്കേ. അവർക്ക് ഈ പറഞ്ഞ 34 പാർട്ടികളിൽ നിന്നും അവർക്ക് സ്വന്തമായിട്ടൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഈ BJPക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ NDA സർക്കാരിനെതിരെ വെക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പരാജയമാണ്. ഇപ്പം തന്നെ പരാജയമായി. ഇനി അങ്ങോട്ട് പരാജയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ ഇനി പറയുന്നവരുടെ നിലയ്ക്ക് ഇന്ത്യ മുന്നണി യോഗം ചേർന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ 5 സ്റ്റേറ്റ് ഇലക്ഷനിൽ തോൽവി സമ്മതിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞതെന്നറിയോ? ഇതിൽ പാഠം പഠിച്ചു എന്നാണ് വിചാരിച്ചത്. ആ തോൽവി എല്ലാ മുന്നണികളും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും ഏറ്റെടുത്തിട്ടാണ് ഈ ഇന്ത്യ മുന്നണി യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തത്. അതെല്ലാവർക്കും മനസ്സിലായിരുന്നു. ആ യോഗം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സംവിധാനം കഴിഞ്ഞു. കാരണം അവർ മുന്നിൽ നിർത്താൻ പോകുന്നത് ഖാർഗെ ആണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ തന്നെ അത് പ്രശ്നത്തിലേക്ക് പോയി. Meet the editors.